ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനിവിശേഷത്തിന്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലതുവശത്ത് കള്ളൻ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയുടെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ് ആണ്. പിന്നെ സിനിമ റിട്ടൺ ബൈ ഡിനു തോമസ് ആണ്. ഡിനു തോമസ് എലൻ ആണ്. പിന്നെ സിനിമയിൽ ബിജു മേനോൻ പിന്നെ ജോജോ ജോർജ് ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്, അതായത് ലീഡ് കാസ്റ്റായിട്ട് എത്തുന്നത്. പിന്നെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റേ ആട് ജീവിതത്തിലുള്ള ആ പയ്യൻ കൂടിയുണ്ട്. പയ്യനല്ല, ആ ചേട്ടൻ കൂടിയുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. പിന്നെ മ്യൂസിക് ബൈ വിഷ്ണു ശ്യാം. പിന്നെ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വി.എസ്. വിനായകനാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് എന്താ പറയണ അറിയുന്നില്ല. അതായത് ഒരു സിനിമ ഒരു ഹൈയും അല്ല ലോ അല്ല, ഒരു മിഡ് ലെവൽ റേഞ്ചിലുണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ. അങ്ങനെ ഫീൽ ചെയ്ത ഒരു സിനിമയാണ് വലതുവശത്തുള്ള. അതായത് ഒരു ക്രൈം ഒക്കെ ത്രിപ്പിംഗ് ആയിട്ടൊന്നുമില്ല, ആവറേജ് ആയിട്ട് പോകുന്ന ഒരു ക്രൈം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇതൊക്കെ ആയാലും ഒരു നോർമൽ രീതിയിൽ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയുടെ തുടക്കം മുതൽ, അതായത് സിനിമ തുടങ്ങുന്നത് മറ്റേ ആട് ജീവിതത്തിലാണ്. ആ ചേട്ടന്റെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിയുടെ ത്രൂലാണ് സിനിമ തുടങ്ങുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ട്രോമ ആ രീതിയിലൊക്കെ പോകുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരുപാട് സ്ഥലത്തൊക്കെ ചോദ്യങ്ങളൊക്കെ വരും. അതായത് അതെന്താ അങ്ങനെ ഇങ്ങനെ ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതായത് അതില് മറ്റേ ബിജു മേനോന്റെ പെർഫോമൻസ് ആയാലും ജോർജ് ജോർജിന്റെ പെർഫോമൻസ് ആയാലും പിന്നെ അതിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സിന്റെ ഇവരൊക്കെ പെർഫോമൻസ് ഒക്കെ ആയാലും എല്ലാം നന്നായിട്ടുണ്ടായി. പിന്നെ ഇന്റർവെല്ല് കൂടി നന്നായിട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഇന്റർവെൽ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു ആ ഇന്റർവെൽ. ആ ടൈമിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി കൂടി അതുകൂടി നന്നായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കണമെങ്കിൽ സിനിമ ഒരേ സ്ഥലത്തായി പോയി. അതായത് അത് പറഞ്ഞാൽ എനിക്ക് സ്പോയിലർ ആയി പോകും. എന്നാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരു ചിന്തിക്കുന്ന രീതിയിൽ ഒരു പോകുന്ന സിനിമയായിട്ടാണ് ആ ഒരു തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഒരു നോർമൽ രീതിയിൽ പോകുന്ന പോലെ ഫീൽ ചെയ്ത ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറഞ്ഞ ഒരു അന്വേഷണം ആ രീതിയൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്ത പോലെ തോന്നിയുകൊണ്ടാണ് എനിക്ക് ഒരു അത്രക്കൊരു ഒരു ബോധ്യപ്പെടാതെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് ചെയ്തിട്ട ആ ഒരു സെക്കൻഡ് ഹാഫ്. എന്നാല് അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ആയാലും ട്രാപ്പ് ഇതൊക്കെ രീതിയിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ ആയാലും ഓക്കെ നന്നായിട്ടുണ്ടായിനി. പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസ് എല്ലാവരും അവർ കൊടുത്ത ക്യാരക്ടറിനെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഓക്കെ ആവറേജ് ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കളർ ഗ്രേഡിംഗ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്, അതായത് ഒരു ഭയങ്കര ഡാർക്ക് ആയി പോയി. ഫുള്ള് ബ്രൈറ്റ്നസ്സിൽ കാണാൻ വേണ്ടിയിട്ട് തോന്നിയുണ്ടായിരുന്നു. അത്രക്ക് ഡാർക്ക് ആയി. അതായത് ചില സീൻസ് ഒക്കെ നൈറ്റിലൊക്കെ എടുത്ത സീൻസ് ഒക്കെ ഭയങ്കര ഡാർക്ക് ആയിരുന്നു. അതായത് ഒരു ക്യാരക്ടറിന്റെ പകുതി പോലും കാണുന്നില്ല. അല്ലെ ഞാൻ കണ്ട തിയേറ്ററിന്റെ ഇഷ്യൂ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഡാർക്ക് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായി ചില സീൻസ് ഒക്കെ. അതൊരു നെഗറ്റീവ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമ നന്നായിട്ടുണ്ടായി. ഒരു ആസ് യൂഷ്വൽ കണ്ടിരുന്ന ജിത്തു ജോസഫ് സിനിമ പോലെയല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു ചേഞ്ച് രീതിയിലുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയണെങ്കിൽ ഓവറോൾ പറയണെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ. പിന്നെ ഈ സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. ഒരു നല്ലൊരു സിനിമയാണ്. കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. അടുത്ത വീഡിയോയിൽ കിട്ടാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. കീപ് സബ്സ്ക്രൈബിംഗ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.